ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി ഉച്ചക്കുള്ളതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഇനി ചിക്കൻ മേടിച്ചേന്ന് അതിൽ നിന്ന് ഇച്ചിരി വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം വലിയ പീസായിട്ട് ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതിലേക്ക് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് നന്നായി കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം അത് തന്നെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് ചിക്കൻ വറുത്താൽ മതിയല്ല. അപ്പോൾ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കറി വെക്കാനുള്ള ചുവന്നുള്ളിയും സവാളയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. കൂടുതൽ ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തുള്ളത്. സവാള ഇത് ഫുള്ളും ഞാൻ എടുത്തിട്ടുണ്ടായില്ല, കാരണം അരിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ തക്കാളിയും അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇച്ചിരി ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ നമ്മുടെ അച്ചിങ്ങ ഉണ്ടല്ലോ, പയർ എന്നൊക്കെ പറയും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒലത്തുണ്ടാക്കാൻ വേണ്ടിയാണ്. ഒലത്ത്, തോരൻ എന്നെല്ലാം പറയുമല്ലോ. നമ്മളിവിടെ ആലുവയിൽ നമ്മൾ ഒലത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അവിടെ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാരണം മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇറച്ചിക്കറിക്കുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി എല്ലാം ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതങ്ങനെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല കേട്ടോ. ഈ പൊടി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. കരിയാതെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊരു 3-4 മിനിറ്റ് അതൊന്ന് ഇതാക്കിയിട്ടുണ്ട്. കാരണം ആ മസാല ഒക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ആ ടൈമിൽ ചോറും എല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് വാർത്തിടണമായിരുന്നു. അപ്പോൾ അതും ഒന്ന് വാർത്ത് വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ കറി തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ നല്ലൊരു കളറാണ്, കാരണം നമ്മൾ പൊടിയെല്ലാം വറുത്ത് ചേർത്തുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ വന്നില്ല. പിന്നെ അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തു. തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തുടയണം. അങ്ങനെ എല്ലാം വെന്തുടഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മുടെ ചിക്കനും പിന്നെ നമ്മുടെ ഈ മസാലയും അതുപോലെ ചൂടുവെള്ളയും എല്ലാം ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വേവുമല്ല ഇറച്ചി. പിന്നെ ആ സമയത്ത് തന്നെ പപ്പടമൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട്. പപ്പടം വറുത്ത ആ ഒരു ചട്ടിയിൽ തന്നെയാണ് പിന്നെ നമ്മുടെ അച്ചിങ്ങൊക്കെ ഒന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ആദ്യം പപ്പടം പിന്നെ പപ്പടം വറുത്തെടുത്തപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒരുപാടുണ്ടായിരുന്നു. അതിന് ഇച്ചിരി മാറ്റി വെച്ചിട്ട്, കാരണം ഇത്ര വേണ്ടല്ല, വെളിച്ചെണ്ണ ഇച്ചിരി മാറ്റി വെച്ചതിന് ശേഷമാണ് അതിലേക്ക് സവാളയും അതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായി. ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ടായേ. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ കറിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടായി. കറിയൊക്കെ ഒന്ന് പറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കറി തിളക്കുന്ന സമയത്ത് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ല ഫ്ലേവറായിരിക്കും. പിന്നെ നമ്മുടെ ഒലത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളേൻ്റെ കളറൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. അതിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ചേർത്ത് കൊടുത്തു. അതിനുള്ള പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുമല്ലോ കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുമ്പോഴിങ്ങനെ ചിലപ്പോൾ ഉടഞ്ഞിങ്ങനെ പോവില്ല. അപ്പോൾ അടച്ച് വെക്കില്ല, ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ അച്ചിങ്ങ വേവിച്ചെടുക്കാറ്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് പറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഇനി കുറുകി വരണം. ആ സമയം പിന്നെ നമുക്ക് നമ്മുടെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കണം. കാരണം നമ്മളിപ്പോൾ ചിക്കൻ തേച്ച് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നന്നായി ചിക്കനിൽ മസാല പിടിച്ചിട്ട്, നമ്മൾ സിമ്പിളായിട്ടുള്ള മസാല ആണല്ലോ, നമ്മുടെ സാധാ പൊടികളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അത്ര മാത്രമാണല്ലോ നമ്മൾ ചേർത്തുള്ളത്. ഇങ്ങനെ ചിക്കൻ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ ഇങ്ങനെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ നമ്മൾ കളയില്ല കേട്ടോ, നമുക്കിത് ആവശ്യമുണ്ട് ലാസ്റ്റ്. ഇത് ഇത്ര വേണ്ട, ഇച്ചിരി മതി നമുക്ക്. അങ്ങനെ ചിക്കനെല്ലാം വറുത്തെടുത്തതിന് ശേഷം പിന്നെ കറിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ കറി ഏകദേശം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ക്യാമറയിലാണ് കളർ ഇങ്ങനെ അത്ര ക്ലിയർ ആവാത്ത, പക്ഷേ നല്ല കളറാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ പിന്നെ ഇച്ചിരി നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് ഗരം മസാല, തീ ഓഫ് ചെയ്തിട്ടുണ്ടായിട്ടാ. അതിന് മുകളിലേക്ക് ഇച്ചിരി ഗരം മസാലയും പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തില്ലേ, അതിൽ നിന്നൊരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. കാരണം അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്താലും മതിട്ടാ. ചിക്കൻ വറുത്തതായിരിക്കുമ്പോൾ നല്ലൊരു മണയും ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇച്ചിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.